അസ്സലാമു അലൈക്കും ഉസ്താദ്. സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത മാതിരി തന്നെയാണ്. ഇതിൽ അറിയുമ്പോൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഈ താഴെ കാണുന്നില്ലേ ഈ 1:2 അത് ഓരോരോ റേഷ്യോസാണ്. അതായത് ഓരോരോ എങ്ങനെയൊക്കെ നമ്മൾ പോസ്റ്റർ വേണ്ടി എന്നുള്ളതിൻ്റെ സൈസാണ്. അപ്പോൾ ഒരു നമ്മളെ മദ്രസിലേക്ക് ഇപ്പോൾ ആവശ്യമുള്ള അതായത് കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ഈ 3:4 ഇല്ലേ അത് അത്യാവശ്യം, അതായത് കുറച്ച് ലെങ്ത്ത് കൂടുതലേക്ക് വരും. അതായത് 3:4 എന്ന് പറയുമ്പോൾ ഈ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത് അതിൻ്റെ ഇപ്പോൾ 3:4 എന്ന് പറയുമ്പോൾ 3 അടിക്ക് 3 ഇഞ്ച് വീതിയും 4 ഇഞ്ച് ഹൈറ്റും. അതിന് എത്ര നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടാണ് വരിക. അതാണ് 3:4. അങ്ങനെ ഓരോരോ റേഷ്യോ ഇതിലുണ്ടാവും. A4 കാര്യങ്ങളൊക്കെ. A4 എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ പോസ്റ്റർ ഞാൻ ഫസ്റ്റ് ദിവസം ചെയ്തിരുന്നില്ല. ഒരു ദിവസം നാട്ടിലത്തെ പരിപാടിയിലേക്ക് ആ പോസ്റ്റർ ഞാൻ A4 ചെയ്തിരുന്നു. അങ്ങനെ ഓരോരോ സൈസ് ഫസ്റ്റ് നമ്മൾ സൈസ് എടുക്കുക. ഇപ്പോൾ 3:4 ആണെങ്കിൽ 3:4 സൈസ് എടുക്കുക. പിന്നെ ഇതൊരു മോഡ് ഏൽപ്പിക്കുകയും കൊണ്ട് ഈ മല്ലു മോഡ് എന്നുള്ളത് എപ്പോഴും ഉണ്ടാവും. അത് ആദ്യം ഡിലീറ്റ് ചെയ്യുക. ആ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത് ഓക്കെ കൊടുത്താൽ മതി. ഈ മേലെ സൈഡിൽ കാണാൻ ഡിലീറ്റിങ്, അതായത് ഈ പിക്സൽ ലാബ് എന്ന് എഴുതിയിട്ടില്ലേ അവിടെ നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന് കാണിക്കും. അത് കൊടുക്കുക. പിന്നെ ഈ അടിയിൽ ഫസ്റ്റത്തെ ഇത് റേഷ്യോയിൽ വരും. രണ്ടാമത്തെ എ എന്ന് പറയുന്നത് നമ്മളെ ഫോണ്ട് കൊടുക്കാനുള്ളത്. ഏതൊരു ടെക്സ്റ്റിനും അതിനായിട്ടുള്ള ഫോണ്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളതിനാണ് ഈ എ വരുന്നത്. അതിൽ ആഡ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ന്യൂ ടെക്സ്റ്റിൽ നിന്നിട്ടൊരു ലെയർ വരും. അതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിന് 2 പ്രാവശ്യം ടച്ച് ചെയ്താലും ഇതേമാതിരി എഡിറ്റ് ചെയ്യാനുള്ളത് വരും. അല്ലെങ്കിൽ പെൻസിലിൻ്റെ കൊടുത്തു കഴിഞ്ഞാലും ആ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ളത് വരും. നമുക്ക് ഇംഗ്ലീഷൊക്കെ എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിൽ അടിച്ചാൽ മതി. ഇപ്പോൾ ഹാപ്പി എന്നുള്ളതാണെങ്കിൽ ഹാപ്പി എന്ന് അടിക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഈ സൈഡത്തെ പോയിൻ്റ് ഇല്ലേ, അതായത് ഈ കോർണറിൽ കാണുന്ന ഈ പോയിൻ്റ്, പിന്നെ ആ പോയിൻ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ്, അതായത് ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഈ സൈഡിലുള്ളതെന്ന് പറയുമ്പോൾ വിട്ട്, അതായത് ഇപ്പോൾ ഇന്ന് അങ്ങോട്ട് നീക്കുമ്പോൾ കണ്ടോ ഓരോരോ സ്പെല്ലിങ് താഴോട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് താഴോട്ട് മേലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡത്തത്. അടിയിൽ കാണുന്ന ഈ സ്മൈലി മരത്തൊരു ഫേസ് റൊട്ടേറ്റ് ചെയ്യാൻ അതിന് തൊട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണ്ട് റൊട്ടേറ്റ് ആയി കിട്ടും. ഇതാണ് ഫോണ്ടിൻ്റെ ഫസ്റ്റ് സെറ്റിങ്സ്. ഇല്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള താഴെ ഓരോരോ ഓപ്ഷനുകൾ വരും. ആ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ന്യൂ ടെക്സ്റ്റിനുള്ള ഓപ്ഷനും വരും. അത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഇതിൽ ഫസ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ചൂസ് ചെയ്യേണ്ടി വരും. എപ്പോഴും ഒരു ഡിസൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കളറിന് എന്ത് ചെയ്യുക, ഈ 4ത്തിൽ ഏറ്റവും ലാസ്റ്റിന് രണ്ടാമത്തെ അല്ല ഒരു ലെയറിൻ്റെ ഓപ്ഷന് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ ഓപ്ഷൻസുകൾ വരും. ഇതിൽ നമുക്ക് ഗാലറിയിൽ ഓൾറെഡി ഉള്ളൊരു കളറാണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. അതായത് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് അത് ചേർക്കാനാണ് ഫ്രം ഗാലറി എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഇമേജ് എന്ന് പറയുമ്പോൾ ഇവർ തന്നെ കുറച്ച് ഇമേജ് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിലൊക്കെ ഈ ഒരു ഇമേജ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊത്തം ടെക്സ്റ്റ് മാറും. അതായത് ആ ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റ് ഉള്ളിൽ ഉണ്ടാവില്ല, മൊത്തത്തിലാണ് മാറും, പുതിയൊരു ലെയർ മാതിരിയാവും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആ ടെക്സ്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്, കൺഫ്യൂസ് ചെയ്താൽ. അതിൽ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി ഓല് തന്നെ പ്രീസെറ്റുകളുണ്ടാവും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ഓല് ഓൾറെഡി തരുന്നതാണ്. ഇത് ഇഷ്ടം പോലെ പ്രീസെറ്റുകളുണ്ടാവും. ഇപ്പോൾ ഒരു ആർട്ട് ഫെസ്റ്റ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രീസെറ്റ് അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് വേണ്ടത് ആദ്യം സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. എല്ലാത്തിനും ഈ സൈഡിൽ ടിക്ക് വരും, നമ്മൾ കൺഫേം ചെയ്യാനാണ് ടിക്ക് കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് കളറാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ കളർ സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഇങ്ങനെ ആഡ് ചെയ്യുക. അതിൽ കളറ് പിന്നെ ഇത് ഗ്രേഡിയൻ കളർ എന്ന് പറയുമ്പോൾ 2 കളർ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് ഗ്രേഡിയൻ കളർ. അപ്പോൾ ഗ്രേഡിയൻ കളർ കൊടുക്കുക. പിന്നെ അത് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും കളർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് കൊടുക്കാം. ഇനി ഇത് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ബാക്കോട്ട് വരണമെന്നുണ്ടെങ്കിൽ മേലെ കാണുന്നില്ലേ ഈ മേലൊരു ബാക്ക് ഐക്കണ് അതാണ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കോട്ട് വരും. നമ്മൾ ചെയ്ത ഓരോരോ സ്റ്റെപ്പും ബാക്കോട്ട് വരും. ഫ്രണ്ടിലോട്ട് പോകാനുള്ളത് ഓപ്ഷൻ ഇതിലില്ല, ബാക്ക് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ആ നേരത്തെ ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇതിന് എടുക്കുക. ഇതിപ്പോൾ ഒരു വിമാനം പോകുന്ന മാതിരത്തൊരു ഇതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഇപ്പോൾ ഹാപ്പി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഹാപ്പി എന്ന് കൊടുക്കുക. അതിനി ഫുള്ള് ക്യാപ്സ് ആക്കണമെന്നുണ്ടെങ്കിൽ മേലൊന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഫുള്ള് ക്യാപിറ്റലാവും. രണ്ടാമത്തെ ക്ലിക്ക് ചെയ്താൽ ഫുള്ള് സ്മോളാവും. അത് അതിലായിട്ടുള്ള ഒരു പ്രീസെറ്റ് ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഹാപ്പി നല്ല ഇതാക്കി കൊടുക്കുക.
അത് കൊടുത്തതിന് ശേഷം പിന്നെ ഫോണ്ട് സെലക്ട് ചെയ്യാൻ ഈ താഴത്തെ ഓരോരോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എഡിറ്റ്, അതായത് ആ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാനുള്ളത്. പിന്നെ കോപ്പി, ആ കോപ്പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോഡൽ തന്നെ വേറൊരു ടെക്സ്റ്റ് കോപ്പി ആയിട്ട് വരും. അത് കോപ്പി വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കുക, ഡിലീറ്റ് ചെയ്യുക. എപ്പോഴും കൺഫർമേഷൻ ചോദിക്കുക, അത് ഓക്കെ കൊടുത്താൽ മതി. പിന്നെ രണ്ടാമത് ടെക്സ്റ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ജസ്റ്റ്. പിന്നെ അതുമായിട്ട് മൂവ് ഫ്രണ്ട് മൂവ് ബാക്ക്, അത് ആ ലെയർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ലെയർ പാനലിൽ ഇപ്പോൾ ഈ മേലെ ക്ലിക്ക് ചെയ്താൽ ഇതിൽ വരുന്നത് ലെയർ പാനൽ. ഇതിലിപ്പോൾ ഒരു കോപ്പി കൊടുത്ത് താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ 2 ലെയർ വരും. അപ്പോൾ ഏത് ലെയറാണ് മേലേക്ക് ഏത് ലെയറാണ് താഴേക്കെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. പിന്നെ ഇത് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൈയും കൊണ്ട് അങ്ങനെ ആക്കുന്നുണ്ട്, പക്ഷേ ചെറിയ MM-ലൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് താഴോട്ടുള്ള കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പ് ഫ്രണ്ട് ബാക്ക്, അതായത് ഒരു അലൈൻമെൻറ്റ് ഇല്ലേ. ഇപ്പോൾ ഈ ഒരു അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ സെൻറ്ററിലേക്ക് വരാൻ, അതായത് ഹൈറ്റിൽ സെൻറ്ററിലേക്ക് വരാൻ, വിത്തിൽ സെൻറ്ററിലേക്ക് വരാൻ അത്. രണ്ടാമത്തേത് ഹൈറ്റിൽ സെൻറ്ററിലേക്ക് വരാൻ. പിന്നെ ഇത് ഈ സൈഡിലേക്ക്, അങ്ങനെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ആ സെൻറ്റർ അലൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. പിന്നീടുള്ളത് ടെക്സ്റ്റ് സൈസ്. ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ വെച്ച് സൈസ് കൂട്ടിയില്ലേ, ആ സൈസ് ഈ സൈഡിൽ വെച്ച് നമ്മളിങ്ങനെ സൈസ് കൂട്ടുന്നുണ്ട്. ചെറിയൊരു പോയിൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ വെച്ച് കൂട്ടുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇതിന് പ്ലസ്സും മൈനസും ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലേശാണെങ്കിൽ പ്ലസ്സും മൈനസൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് പാൻഡിങ്, ഇത് ആക്ച്വലി നമ്മളെ സ്ട്രെങ്ത്ത്, പക്ഷേ ഇത് ഞാൻ ഇതുവരെ എഫക്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതെനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. അത് സെൻറ്ററിലേക്കും അതിൻ്റെ സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ ഇതുവരെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ടെക്സ്റ്റിൻ്റെ കളറ്. ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് ഒരു യെല്ലോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കളറാണോ മാച്ചാണോ കൊടുക്കുക. എപ്പോഴും ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിന് ലൈറ്റ് കളർ, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിന് ഡാർക്ക് കളർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കാണിക്കും. ഹാപ്പി എന്നുള്ളത് ഞാൻ ഒരു യെല്ലോ ആക്കിയിട്ട് കൊടുത്ത് സൈസ് ലേശം കൂട്ടി ഇപ്പോൾ മേലെ വെച്ച് നമുക്ക് പൊസിഷൻ സെൻറ്ററാണ്. പിന്നെ അത് കഴിഞ്ഞ് ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്ചർ അത്ര വരില്ല, അതായത് ഒരു ഇമേജിന് അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഓവർലേ ചെയ്യാനാണ് ടെക്സ്റ്റ് യൂസ് ചെയ്യുക. പിന്നെ ഒപ്പാസിറ്റി, അതായത് അതിൻ്റെ ഷാർപ്നെസ് കമ്മിയാക്കാൻ, അത് കുറക്കുന്നതിനനുസരിച്ചിട്ട് ആ ഇമേജ്, ആ ഒരു ടെക്സ്റ്റിൻ്റെ ഹാർഡ്നെസ് കമ്മിയാവും. ഇപ്പോൾ ഇത് വെച്ചിട്ട് കണ്ടോ, അതിൻ്റെ മേലെ കൂടെ വരുമ്പോൾ ഒപ്പാസിറ്റി അതിൻ്റെ കമ്മിയായി കിട്ടും. ഇത് റൊട്ടേറ്റ് നമ്മൾ അടിയിൽ വെച്ച് ചെയ്താൽ തന്നെ ഇതിപ്പോൾ നമ്മൾ ഇതിൽ അടിയിൽ വെച്ച് ചെയ്യുന്ന അങ്ങനത്തെ എല്ലാത്തിനും ഓരോരോ ഓപ്ഷനും ഉള്ളിലും ഉണ്ട്. ആ റൊട്ടേറ്റ് വെച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ തിരിച്ച് 0ലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ റൊട്ടേറ്റ് ബട്ടൺ അല്ലേ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പഴയ നില അവസ്ഥയ്ക്ക് വരും. ടിക്ക് കൊടുക്കുക. പിന്നെ ഇത് മാസ്ക് ഓപ്ഷന് അത്ര വരില്ല, അതായത് നമ്മളപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ ബാക്കിൽ ഈ ടെക്സ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ മാസ്ക് ഓപ്ഷൻ കൊടുത്തിട്ട് പിന്നെ അത് പോയിൻ്റൊക്കെ വെച്ച് അലൈൻ ചെയ്ത് ഇങ്ങനെ നമ്മൾ ആ മാസ്ക് ഓപ്ഷൻ കൊടുത്ത സ്ഥലത്ത് എന്താവും, ആ ടെക്സ്റ്റ് വരാതെ, അതിനാണ് മാസ്ക് ഓപ്ഷൻ കൊടുക്കുന്നത്. അത് വേണ്ടെന്നുണ്ടെങ്കിൽ എനേബിൾ ഡിസേബിൾ കൊടുക്കുക. അപ്പോൾ ഈ എഫക്റ്റ് ഇട്ടു, ഇത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റു കൊടുത്താലും മതി, ആ എഫക്റ്റ് മൊത്തത്തിൽ ക്യാൻസലായി പോയിക്കും. പിന്നെ ഫോണ്ടിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇപ്പോൾ മല്ലു മോഡ് കൊണ്ട് അതിൽ മാക്സിമം ഫോണ്ട് അവർ തന്നെ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കിതിൽ ഇഷ്ടപ്പെട്ട ഫോണ്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറബിത്തെ ഫോണ്ട് ഉണ്ടാവും. പിന്നെ അതേമാതിരി ചൈനീസ്, ജാപ്പനീസ്, അങ്ങനത്തെ എല്ലാ ഫോണ്ടുകളും ഉണ്ട്. ഈ MLU ഇതൊക്കെ മലയാളത്തിൻ്റെ ഒരു വെറൈറ്റി ഫോണ്ടുകളാണ്. ഈ MLU, രേവതി ബോൾഡ്, ഇതൊക്കെ. ഏറ്റവും താഴെ ഈ മലയാളത്തിൻ്റെ യൂണിക്കോഡ് ഫോണ്ടുകൾ വരുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ വേണം. അത് ഈ MVM എന്നില്ലേ, മലയാളം യൂണിക്കോഡ് ഫോണ്ടാണത്. അത് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വേണം. അതല്ലാതെ നമുക്ക് ഈ മേലത്തെ യൂണിക്കോഡ് ഫോണ്ടുകൾ യൂസ് ചെയ്ത് നീറ്റായിട്ട് ചെയ്യാം. ഇപ്പോൾ ഹാപ്പി എന്നുള്ളത് ഞാൻ മലയാളം ആയതുകൊണ്ട് ഹാപ്പി കൊടുത്ത് എനിക്ക് ആ ഫോണ്ട് ഓക്കെയാണ്, അപ്പോൾ ഓക്കെ കൊടുക്കുക. ഫോണ്ട് ഇവിടെ വന്ന് ഇത് മേലെ കൊടുത്തതിന് ശേഷം പിന്നെ അടുത്തത് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ബോൾഡ് ആക്കണോ അല്ലെങ്കിൽ ബോൾഡ് അല്ലാതെ ആക്കണോ. പിന്നെ അതേമാതിരി കുറച്ച് ചെരിഞ്ഞ മോഡൽ ചെരിഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഈ സൈഡിൽ കട്ടാവുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഹാപ്പി കഴിഞ്ഞിട്ട് ഒരു സ്പേസോ 2 സ്പേസോ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആയി കിട്ടും. അത് മുമ്പിലും ബാക്കിലും രണ്ടിടത്തും ഓരോരോ സ്പേസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെരിക്കുന്ന സമയത്തും അലൈൻ ചെയ്യുന്ന സമയത്തും നമുക്ക് ആ കട്ടാവാത്തൊരു ഇത് കിട്ടും. പിന്നെ ഇത് കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിനെ ബെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്,
കൂട്ടുന്നതും കുറക്കുന്നതിനനുസരിച്ചിട്ട് ടെക്സ്റ്റ് അങ്ങനെ ബെൻഡാവും. സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ബെൻഡ് നോർമലാണ്. ഈ ടെക്സ്റ്റ് ബെൻഡ് അധികം യൂസ് ചെയ്യില്ല. അത് ലോഗോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ റൊട്ടേറ്റിനാണ് ടെക്സ്റ്റ് ബെൻഡ് വരിക. പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് കളർ, അത് എനേബിൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നമ്മൾ ആ ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ടിലൊരു കളറും ടെക്സ്റ്റിന് വേറൊരു കളറും വരും. പക്ഷെ അതും ഇപ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല. അതും അതായത് ഏതെങ്കിലും അപ്ലൈ ചെയ്തിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഡിസേബിൾ ചെയ്തെടുത്താൽ മതി. അല്ലാതെ പിന്നെ ബാക്ക് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ മൊത്തം എഫക്റ്റും ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനേബിൾ ഡിസേബിൾ കൊടുക്കുക, ടിക്ക് കൊടുക്കുക. ഇത് അലൈൻമെൻറ്റ്. ഇതൊരു പാരഗ്രാഫൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ സൈഡിൽ നിന്നാണോ സെൻറ്ററിൽ നിന്നാണോ ജസ്റ്റ് അങ്ങനെ അലൈൻമെൻറ്റ് ചെയ്യില്ലേ, അതിനാണ് അത് യൂസ് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ലൈൻ സ്പേസിങ്. ഇതെന്ന് പറയുമ്പോൾ വേർഡിൻ്റെ ഇടയിലുള്ള സ്പേസ് കൂട്ടാൻ, സ്പേസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സ്പേസ് വെച്ച് നമ്മൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇത് ഹൈറ്റ്, അത് 2 ലൈനൊക്കെ അടിക്കുന്നതിട്ട് ആ ലൈനിൽ എത്ര ഗ്യാപ്പ് വേണമെന്നുള്ളതാണ് അടുത്ത ലൈൻ സ്പേസിങ് നോക്കുന്നത്. പിന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റിനും വരുന്നൊരു വര, ആ വരൻ്റെ താഴെ ഡീറ്റെയിലിംഗ് ഉണ്ട്, നമ്മൾ കൊടുക്കുക. കളർ വേണമെങ്കിൽ മാറ്റിയൊക്കെ കൊടുക്കുക. എപ്പോഴും ഒരു ഡാർക്ക് തീം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നേരമായിട്ടുള്ളൊരു ബ്ലാക്ക് കൊടുത്താൽ നന്നായിട്ടുണ്ടാകും ഡാർക്ക് തീമിലേക്ക്. പിന്നെ ഇത് ഷാഡോ നമുക്ക് 2 ആയിട്ട് യൂസ് ചെയ്യാം. ഒന്ന് ഇതേമാതിരി ഹൈലൈറ്റ് ആക്കിയിട്ട് ഷാഡോ ഒക്കെ യൂസ് ചെയ്യാം. അല്ല, ഇതേമാതിരി കളറ് ഡാർക്ക് കൊടുത്താൽ ഷാഡോ ഒക്കെ യൂസ് ചെയ്യുക. ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹൈലൈറ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് അതൊരു ഹൈലൈറ്റ് ആയി കാണുന്നില്ലേ, അതേമാതിരി നമ്മൾ വൈറ്റൊക്കെയാണ് മാക്സിമം ലൈറ്റ് കളറിൽ യൂസ് ചെയ്യുക. ഇത് ഇന്നർ ഷാഡോ, ഇത് ഉൾഭാഗത്തേക്കും ഇതേമാതിരി നമ്മൾ പുറത്ത് കൊടുത്ത അതേ ഒരു എഫക്റ്റ് ഉള്ളിലേക്കും കൊടുക്കാനുള്ളതാണ് ഇന്നർ ഷാഡോ. അത് വേണമെങ്കിൽ ചെയ്യുക. പിന്നെ ഇത് എംബോസ് എന്ന് പറയുമ്പോൾ അതൊരു എടുത്ത് കാണിക്കുന്ന രീതിയാണ്. പക്ഷേ അത് ഇതിൽ ഈ മല്ലു മോഡ് ആയതുകൊണ്ട് അത്ര വരില്ല. അതായത് കുറച്ചിങ്ങനെ സൈസിൽ വ്യത്യാസം വരും. കേട്ടോ, ഇത് താഴേക്കാക്കുന്ന സമയത്ത് ആക്ച്വലി അതൊരു എന്താ പറയുക, ഒരു 3D എഫക്റ്റ് വരും. 3D എഫക്റ്റ് വരും, പക്ഷേ നമ്മളെ മല്ലു മോഡായും കൊണ്ട് ആ സ്ക്രാച്ചായിട്ട് കാണുന്നത്. പിന്നെ ഇത് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ താഴോട്ടും സൈഡിലോട്ടൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യില്ല. അത് വെച്ച് നമ്മളിവിടെ എനേബിൾ ചെയ്താലേ അത് ആകുള്ളൂ. ഇതേമാതിരി നമ്മൾ ഒരു കോർണറൊക്കെ ഒരു നിലത്തൊക്കെ ഇങ്ങനെ പതിച്ച മാതിരി ഒരു 3D എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത്. വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക, ഇൻറ്റു മാർക്ക് കൊടുക്കുക, 3D റൊട്ടേറ്റ്. അതിങ്ങനെ 3Dയിൽ നമ്മൾ ആ ടെക്സ്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3D റൊട്ടേറ്റ് കൊടുക്കുന്നത്. ഇത് 3D ഷാഡോ, അതായത് ആ ടെക്സ്റ്റിന് നേരെ ഒരു ഓപ്പോസിറ്റ് താഴെ ജസ്റ്റ് ഒരു ഷാഡോ മാതിരി താഴെ വരുന്നത്. പക്ഷേ ഇതധികം യൂസ് ചെയ്യില്ല, അത് പഴയൊരു മോഡലാണത്. പിന്നെ ഇത് റെക്ടിഫൈ, അതായത് റിഫ്ലക്ഷൻ. ഒരു ടെക്സ്റ്റിനെ നേരെ ഓപ്പോസിറ്റ് റിഫ്ലക്ഷൻ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റിഫ്ലക്ഷൻ യൂസ് ചെയ്യുക. അതിൻ്റെ സ്ട്രെങ്ത്തും ലെങ്ത്തും കാര്യങ്ങളാണ് ഇത്. ആകെ ലെങ്ത്ത് മാത്രമേ വരുന്നുള്ളൂ ഇതിൽ. ലെങ്ത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിടാം. ഇത്രയാണ് ടെക്സ്റ്റിൻ്റെയിൽ വരുന്നത്. ഇനിയിപ്പോൾ ഉസ്താദിന് മലയാളം അധികം വരിക. അപ്പോൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ അതേമാതിരി ഒരു ന്യൂ ടെക്സ്റ്റ് കൊടുക്കുന്നത്. ടെക്സ്റ്റ് കൊടുത്ത് ആ ടെക്സ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് എനിക്കിപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മലയാളം കീബോർഡിലേക്ക് ഇവിടെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കീബോർഡ് ഇങ്ങനെ കാണിക്കും എൻ്റെ ഫോണിൻ്റെ ഓപ്ഷനിൽ. അതിൽ മംഗ്ലീഷ് കൊടുത്ത് ഇവിടെ ഇപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് മലയാളം അത്ര വരില്ല, അപ്പോൾ യാത്ര എന്ന് കൊടുക്കുകയാണ്. ഏതാ വന്നത്, യാത്ര എന്ന് കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ സൈസ് കൊടുക്കുക. സൈസ് നമ്മൾ കൊടുത്തതിൻ്റെ ശേഷം അടുത്തത് ഫോണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫോണ്ട് നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ഫോണ്ട് തന്നെ നമ്മളെ യൂണീക്കോഡ്, അതായത് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, MUL ഫോണ്ട്. ഈ MUL ഓരോന്നോരോന്ന് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ടെക്സ്റ്റിന് ഓരോരോ ഫോണ്ട് അതിൽ തന്നെ പ്രീസെറ്റ് ആയിട്ടുള്ള ഫോണ്ടുകളുണ്ട്. മാക്സിമം ഇത് വെച്ച് യൂസ് ചെയ്താൽ മതി. മറ്റേത് കോഡ് വെച്ച് MLKB വെച്ചിട്ട് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു യാത്ര എന്നുള്ളതിന് ബെസ്റ്റായിട്ടുള്ളൊരു ഫോണ്ട് ഇതിൽ ഈ ഒരു ഫോണ്ട് കുഴപ്പമില്ല, ഇത് വയ്ക്കുക. ഇത് നമ്മളെ സൈഡ് എത്ര വേണ്ട അലൈൻ ചെയ്യുക. ഹാപ്പി എന്നുള്ളതിന് ആ ചെരിച്ചാക്കിയില്ലേ, അത് വേണ്ടാന്നുണ്ടെങ്കിൽ എപ്പോഴും സ്റ്റൈലിൽ ചെരിവുണ്ടാവും. ആ സ്റ്റൈലിൽ അത് ഓഫ് ചെയ്യുക. ഇവിടെ കേട്ടോ ഓഫ് ചെയ്യാനുള്ളത്. ഈ സൈഡിൽ T കാണുന്നില്ല, ടീൻ്റെ മേലെ ലൈന്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത എല്ലാ എഫക്റ്റും ഉണ്ടാവും. അതിൽ ബോൾഡ് മാത്രം നമുക്കിപ്പോൾ അപ്ലൈ ചെയ്താൽ മതി. അത് ഓക്കെ കൊടുക്കുക, ഇത് കൊടുക്കുക. ഇനി ഇതിനൊരു നല്ലൊരു കളറ് സെലക്ട് ചെയ്യാം. ആദ്യം അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഫെദർ കൊടുത്തൊന്നും വേണ്ട. ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഏതാ കളറ് മാച്ച് ആകണമെന്നുള്ളത് നോക്കിയിട്ട് ഇപ്പോൾ ഒരു
ഇത് ഡാർക്ക് ആയതുകൊണ്ട് ഡാർക്ക് കൊടുത്താൽ കാണൂല. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ലൈറ്റായിട്ടുള്ള കളറ് ഏതെങ്കിലും കൊടുത്താലും മതി. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു പിങ്ക് ആയതുകൊണ്ട് ഇതിൽ ഓറഞ്ചോ സംതിങ് അത്. ഇനി എക്സ്ട്രാ കളർ വേണമെന്നുണ്ടെങ്കിൽ പ്ലസ് കൊടുത്താൽ മതി. പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് കളർ വേണ്ടിയത് അതിങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ അവിടെയും ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കളർ കൊടുക്കാം. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു യെല്ലോ ആയിട്ട് തന്നെ വന്നിട്ടുള്ളത് ഇത് കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ ആക്ച്വലി ടെക്സ്റ്റ് നമുക്കായി. ഇനി ടെക്സ്റ്റൊക്കെ കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്കൊരു ഫോട്ടോ ആവശ്യമുണ്ട്. ലോഗോ ഇപ്പോൾ ഏതെങ്കിലും ലോഗോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെയറായിട്ട് ലോഗോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നടുവിലില്ല ഒരു ഹെഡ് സെക്കൻഡ് അതിലാണ്. മറ്റേ സൈഡിൽ നമ്മൾ ഏതെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടാണ് മാറുക. നമുക്ക് എവിടെയെങ്കിലും സ്ഥലത്തൊരു ലോഗോ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻറ്ററത്ത് അത് കൊടുക്കുക. അതിൽ ഇമ്പോർട്ട് പോയി കഴിഞ്ഞാൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ഞാൻ കാണിക്കും. ഇപ്പോൾ എനിക്ക് ഈ ഒരു ആവേശം എന്നുള്ളത് ആക്ച്വലി ഇതൊരു PNG ആണ്. ഇത് ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇതൊരു ഗ്രാഫിക് ഡിസൈനിങ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ചോദിക്കുന്നത് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തരും. അപ്പോൾ അങ്ങനെ ഒന്ന് വന്നതാണ്. അപ്പോൾ ഇത് ഞാനിവിടെ പ്ലേസ് ചെയ്ത് ഹാപ്പി യാത്ര ആവേശം, അത് ആവേശം ഒന്നും വരില്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഇവിടെ കൊടുത്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കൊടുത്തിട്ട് ഇപ്പോൾ ഇതിനെ ഒരു കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ കളർ എന്നുള്ള ഓപ്ഷൻ ഇതിലിപ്പോൾ മൊത്തം ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്രോപ്പ് ഡിലീറ്റ് ഫസ്റ്റ് പറഞ്ഞാൽ ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എത്രയാണ് വേണ്ടിയെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്യുക. നമുക്കിപ്പോൾ താഴോട്ടാണെങ്കിൽ താഴോട്ട് എത്രയാണുള്ളത് ക്രോപ്പ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇത് കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മാതിരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോപ്പിയും കൂടി അതിൻ്റെ വരും. പിന്നെ ഫ്രണ്ട് ബാക്ക് ഇത് ഞാൻ ഇപ്പോൾ 3 ലെയർ ഉണ്ട്. അപ്പോൾ ഏറ്റവും മേലത്തെ ലെയറാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ടു ബാക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഏറ്റവും താഴത്തെ ലെയറാവും. ടു ഫ്രണ്ട് എന്ന് അവിടെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും മേലത്തെ ലെയറാവും. അങ്ങനെ കാരണം ബാക്കിൽ ഇങ്ങനെ ഓവർലേ ആയി വരാനാണ് ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് പൊസിഷന് നമ്മൾ നേരത്തെ ഇതിൽ പഠിച്ച മാതിരി തന്നെ പൊസിഷന് അങ്ങോട്ടും മേലോട്ടും താഴോട്ടും ചെറുതായിട്ടുള്ള മൂവ്മെൻറ്റിനൊക്കെയാണ് പൊസിഷൻ. ഇപ്പോൾ വളരെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറയ്ക്കാം. ഈ മൂവ്മെൻറ്റ് ബൈ പിക്സലിനില്ല അത് 2ലൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് അനങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് വിചാരിച്ച സ്ഥലത്തേക്ക് അത് എത്തിക്കാം. പിന്നെ ഇത് സെൻറ്റർ പൊസിഷന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുക. പിന്നീട് വരുന്നത് ഇത് റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ്. അതിൽ തന്നെ ഹൈറ്റ് വിഡ്ത്ത് അതായത് സ്ട്രെച്ച് ചെയ്യുന്ന മാതിരി ആക്കാം. ഇത് രണ്ടും ഹൈറ്റ് കൂട്ടുമ്പോൾ വിഡ്ത്ത് രണ്ടും പാടെ ഒരുമിച്ചാണ് കൂടുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ആ മേലത്തെ ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന മാതിരിയാവും. പക്ഷെ അതൊരു ബോറാണ് സ്ട്രെച്ച് ചെയ്യൽ. മാക്സിമം സ്ട്രെച്ച് ചെയ്യാതെ ചെയ്യാം. പിന്നെ കളർ കൊടുത്തിട്ട് എനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്യുന്നത് അതവിടെ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു കളറോ ഇപ്പോൾ യെല്ലോ ഞാൻ അവിടെ കൊടുക്കുകയാണെങ്കിൽ ആ യെല്ലോ കളർ അതിൽ മൊത്തത്തിൽ അപ്ലൈ ആയിട്ട് വരും. ടെക്സ്ചർ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അതിൻ്റെ മേലെ ഒരു ഓവർലേ ആയിട്ട് വരാൻ, ഒപ്പാസിറ്റി അതിൻ്റെ പവർ അതായത് അതിൻ്റെ സ്ട്രെങ്ത്ത് കമ്മിയാക്കാൻ. ഇത് കളർ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ ഹ്യൂജ് സാച്ചുറേഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് കൺഫ്യൂഷൻ അവസ്ഥയായിട്ട് അത് അത്ര പോസ്റ്റർ ഡിസൈനിങ്ങിൽ വരില്ല. ഇത് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വരാനാണ് ചുറ്റിനും. സ്ട്രോക്ക് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് എവിടെയെങ്കിലും എറേസ് ചെയ്ത് കളയണമെങ്കിൽ എറേസ് ചെയ്ത് കളയാം. മാസ്ക്, പിന്നെ എറേസ് കളർ എന്ന് പറയുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കളറിൽ സെലക്ട് ചെയ്ത് ആ കളർ ഇപ്പോൾ ഒരു 2-3 കളറുകളുണ്ട്. അതിൽ നമ്മൾ വിചാരിച്ച കളർ മാത്രം വേണ്ടാന്നുണ്ടെങ്കിൽ പിഗ്മെൻറ്റ് ടൂൾ എടുക്കുക, അതിൽ സെലക്ട് ചെയ്യുക, ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കളറാണ് പോകും. അത് നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്തത് ആ കളർ ആ ഇമേജിൽ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ കളർ ഡിലീറ്റ് ആയി പോകും. അതാണ് പിഗ്മെൻറ്റ് ടൂൾ വരുന്നത്. അത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ കളറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റ് 3D റൊട്ടേറ്റ്. ഈ 3D ഷേപ്പ് ഇതൊന്നും വർക്കാവില്ല. ആക്ച്വലി 3D ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കുറച്ച് ലെങ്ത്തായിട്ട് പോകും. നമ്മളൊരു പണ്ടത്തെ MIMൻ്റെ ഫോണ്ട് നമ്മളെ മദ്രസിൻ്റെ ഒരു ഫോണ്ട് ഉണ്ടായിരുന്നു, അതിനൊക്കെ ഈ 3D ഇത് വയ്ക്കും. അത് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. പിന്നെ ഇന്നർ ഷാഡോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെക്ഷനാണ് വരുന്നത്. മാക്സിമം എത്രയാണ്. ഇനി മെയിനായിട്ടുള്ള ഓപ്ഷന് സേവ്. ഈ മേലത്തെ ഇതില്ല, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് പ്രോജക്റ്റ്, സേവ് ഇമേജ് ഉണ്ടാവും. സേവ് പ്രോജക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നെയിം ചോദിക്കും. ഇപ്പോൾ ഇതിന് ഞാൻ യാത്ര എന്ന് കൊടുക്കുകയാണ്. യാത്ര എന്ന് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സേവായി. സപ്പോസ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തും കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആവുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് മൊത്തം പോകും. അപ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ സെക്ഷൻ കഴിയുമ്പോഴും ഒന്ന് പോയിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ടാമട്ടോ സേവ് പ്രൊജക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കൊടുത്ത അതേ പേര് കൊടുക്കുക. യാത്ര എന്നാണെങ്കിൽ യാത്ര,
അതേ പേര് കൊടുത്താൽ താഴെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക, പിന്നെ ഒരു ഓക്കെ കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ മറ്റേത് 2-3 പ്രാവശ്യമായിട്ട് സേവ് ആവും. അത് പിന്നെ രണ്ടാമത്തേത് സേവ് ആസ് എ ഇമേജ്. ആ ഇമേജ് ആയിട്ടാണ് നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വാളിറ്റി എന്നുള്ളത് കസ്റ്റം എന്നുള്ളത്, ആ കസ്റ്റം ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ അൾട്ര എന്നുണ്ടാവും. അൾട്ര കൊടുത്തിട്ട് സേവ് ടു ഗാലറി കൊടുത്താൽ അതൊരു ഫുൾ ക്ലാരിറ്റി ആയിട്ട് എന്ത് ചെയ്യും, അതിൽ സേവ് ആവും. ആക്ച്വലി നമ്മൾ ചെയ്ത വർക്ക് കുറച്ച് ലോഡായതും കൊണ്ടാണ് ഇത്ര നേരമാവുന്നത്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഗാലറി പോയി കഴിഞ്ഞാൽ ഗാലറിയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇവിടെ ഗാലറിയിൽ നമ്മളിപ്പോൾ ചെയ്ത വർക്ക് ഉണ്ട്. ഇത് ഫുൾ എച്ച് ഡി ആണ്. ഫുൾ എച്ച് ഡി മീൻസ് ഫുൾ ക്ലാരിറ്റി ഉണ്ടാവും. ഇത് വാട്സപ്പിൽ നമ്മളൊരു ആൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാട്സാപ്പിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനേക്ക് ഇത് സെൻഡ് കൊടുക്കുകയാണ്. സെൻഡ് കൊടുത്ത് നമ്മളെന്ത് ചെയ്യുക, ഈ മേലെ ഒരു എച്ച് ഡി ഓപ്ഷൻ ഉണ്ട്. ഈ എച്ച് ഡി ഓപ്ഷൻ എനേബിൾ ചെയ്താലുള്ളൂ നമുക്ക് അവർക്ക് അയക്കുമ്പോൾ അവർക്ക് ഫുൾ ക്ലാരിറ്റിയിൽ അത് സെൻഡ് ആവുക. എന്നിട്ട് സെൻഡ് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ആ ഒരു ആപ്ലിക്കേഷനിൽ ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റർ ഓപ്ഷൻ തന്നെ ഇതിൽ എക്സ്ട്രാ ഷേപ്പ് കാര്യങ്ങൾ, അതായത് ഡ്രോ ചെയ്യാനുള്ളത്. ഇപ്പോൾ നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ വരയ്ക്കാനുള്ളതാണിത്. കളർ ഏതാ സെലക്ട് ചെയ്ത് വരയ്ക്കുക. ഇനി വേണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസൽ അടിക്കാം. പിന്നെ അതേമാതിരി ഷേപ്പ്, ഒരു ബോക്സൊക്കെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് കൊടുക്കാം. ആ ഷേപ്പിന് കളർ, അതേമാതിരി സ്ട്രോക്ക്, അങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ താഴെ വരുന്നുണ്ട്. ഇനി പിന്നീട് വരുന്നത് അതിലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളൊരു പെൻ ടൂളൊക്കെ വെച്ചിട്ട് വരയ്ക്കുന്ന മാതിരിയാണ് ഇത് വരുന്നത്. പക്ഷേ ഇത് ഞാനും അത്ര യൂസ് ചെയ്യില്ല, ടാസ്ക്കാണത്. കമ്പ്യൂട്ടറിലാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുക, മറ്റേതിലാണെങ്കിൽ ടാസ്ക്കാണത്. ആ ഒരു ലൈനിന്മേ ഒരു കളർ എഫക്റ്റൊക്കെ വന്നിട്ട് നമ്മളെ ഒരു റൗണ്ടിലൊക്കെ ഒരു സ്റ്റാർസ് വരില്ലേ, അതൊക്കെ ഇതിൽ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാം. പക്ഷെ കുറച്ച് ടൈം എടുക്കും അതൊക്കെ. പിന്നീട് വരുന്നത് അതിൽ ആരോസ് നമ്മൾ എങ്ങോട്ടാണ് കാണിക്കേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കും എന്നുള്ളതിനൊക്കെ വരില്ല ആരോ. അത് ഓരോരോ മോഡലുണ്ട് ആരോ. അതിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗത്തിന് ഏതാ എഫക്റ്റ് വേണ്ടി, പ്ലെയിൻ ആണോ അങ്ങനെ. ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് സ്റ്റാർട്ടിങ് ഭാഗം, ബിഗിനിങ് ആരോ എങ്ങനെ എഫക്റ്റ് ആവണം, എൻഡിങ് ആരോ എങ്ങനെ എഫക്റ്റ് ആവണം, അതിൻ്റെ ഒപ്പാസിറ്റി എങ്ങനെ വേണം, അതിന് എന്ത് കളറാണ് വേണ്ടിയെന്നെങ്കിൽ ഓരോന്നോരോന്നും സെലക്ട് ചെയ്യാനുള്ളതാണ് അത്. അപ്പോൾ മാക്സിമം ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഈ ലാസ്റ്റത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ്, ഷാർപ്നെസ്, ഇത് മൊത്തത്തിൽ ചെയ്യാനുള്ളത്. ഈ വിൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്നൊരു പഴയ കാലത്തെ ഫോട്ടോയിലൊക്കെ ഒരു മങ്ങൽ വരില്ലേ, ആ മങ്ങലാണ് വിൻറ്റേജ്. പിന്നെ അതേമാതിരി നോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്ത് ചെയ്യും, ഒരു അരഞ്ഞും കൊണ്ടുള്ള ടൈപ്പാവും. അത് ഇപ്പോഴത്തെ ഒരു മോഡലാണത്. ഇപ്പോൾ വിൻറ്റേജ് നമുക്ക് വേണ്ട, ഒരു 2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് പോകും. പിന്നെ നോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭയങ്കര നോയ്സ് കൂടിയ മാതിരി ഉണ്ടാവും. അത് ലേശം കൊടുക്കുന്ന ഇപ്പോൾ ഒരു മോഡലാണ് നോയ്സ്. പിന്നെ സ്ക്രിപ്റ്റ്, അത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു ലൈന് ഒരു എഫക്റ്റ് വരും. ആ ലൈന് ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ എഫക്റ്റ് ആവുക. ഈ ബ്രൈറ്റ്നസ്, അതേമാതിരി ലോ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിന്. പിന്നെ അതേമാതിരി കോൺട്രാസ്റ്റ്, ഹ്യൂജ്, സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ ലെവൽ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. അതാണ് ഈ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് ഈ ലാസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് റൊട്ടേറ്റ്, ഇത് മൊത്തത്തിൽ നമ്മളെ ചെയ്തതിന് ശേഷം പിന്നെ റൊട്ടേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആണിത്. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിന് എഫക്റ്റ് ആവും. ലാസ്റ്റത്തത് അത്രയേ ഉള്ളൂ. അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും.